പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം. സത്യം പറഞ്ഞ ഒരു അത്ഭുത ലോകത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അനുഭവം. വർഷങ്ങൾക്ക് മുമ്പ് ഈ സ്കൂളിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ബൈജുവിൻ്റെ ഇളയച്ചൻ്റെ മകൻ കൃഷ്ണുണ്ണി ഇവിടെ പഠിക്കുന്ന കാലം മുതൽ ഞാൻ ഈ സ്കൂളിനെ കുറിച്ച് കേൾക്കുന്നതാണ്. ഈ സ്കൂളിൻ്റെ വളർച്ച ഞാൻ കണ്ടത് കൃഷ്ണുണ്ണിയിലൂടെയാണ്. ഞാൻ ഉണ്ണി എന്ന് വിളിക്കുന്ന കൃഷ്ണുണ്ണിയിലൂടെ. കുഞ്ഞായിരിക്കുന്ന വളരെ ചെറുപ്പം മുതൽ ഞാൻ കാണുന്ന ഉണ്ണി പിന്നീട് വളർന്ന് വലുതായി കല്യാണം വരെ കഴിച്ചു. അവർ പുതിയ ജീവിതത്തിലേക്ക് കയറി. പുതിയ തലമുറകൾ അവരുടെ കൂടെ വരുന്നു. പക്ഷേ ഈ വളർച്ച ഞാൻ ഇപ്പോഴാണ് ശരിക്കും ഇത് നേരിട്ട് അനുഭവിക്കുന്നത്. ഒരു കലാകാരൻ എന്ന രീതിയിൽ കണ്ണും കാതും ഒക്കെ ഉള്ള ഒരാളാണ് ഞാനും. ഞാൻ അവിടെ ഇരുന്നപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഇടയിൽ ഒരാൾ വന്ന് തട്ടിയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞു പോയേനെ. വല്ലാത്തൊരു അവസ്ഥയിലായിപ്പോയി. കാരണം താളത്തിനൊത്ത് അവിടെ ഇരുന്നൊരു സിസ്റ്റർ കാണിക്കുന്ന മുദ്രകളിലൂടെ അവർ ഒരു താളം പോലും തെറ്റാതെ നൃത്തം ചെയ്യുക എന്ന് പറയുമ്പോൾ എന്നെ ഭയങ്കരമായിട്ട് അത് അത്ഭുതപ്പെടുത്തുന്നു. കാരണം ഇതെല്ലാമുള്ള ഞാൻ തന്നെ പലപ്പോഴും വെള്ളം കുടിക്കുന്ന ഒരാളാണ്, കറക്റ്റ് താളത്തിന് നൃത്തം ചെയ്യാനായിട്ട്. അപ്പോൾ മനുഷ്യന് അസാധ്യമായിട്ട് ഒന്നുമില്ല എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുന്ന കുഞ്ഞുങ്ങളുടെ മുമ്പിലാണ് ഞാൻ വന്ന് നിൽക്കുന്നതെന്ന് ഓർത്തപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മളൊന്നും ഒന്നുമല്ല എന്ന് തോന്നിപ്പോയൊരു നിമിഷമാണ്. അതുപോലെ തന്നെ 33 വർഷമായിട്ട് ഇതുപോലെ പുതിയ തലമുറയെ വാർത്തെടുത്തുകൊണ്ടിരിക്കുന്ന ഈ പ്രസ്ഥാനത്തിൻ്റെ ചുക്കാൻ പിടിച്ച സിസ്റ്റർ ഫിൻസിറ്റ ഇവിടുന്ന് പടിയിറങ്ങുന്നു എന്ന് കേട്ടപ്പോൾ സത്യം പറഞ്ഞ ജോസാറ് പറഞ്ഞ പോലെ തന്നെയാണ്. ഞാൻ ആദ്യമായിട്ടാണ് സിസ്റ്ററെ കാണുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല സിസ്റ്റർ ഇവിടുന്ന് പടിയിറങ്ങുന്നു. കാരണം 33 വർഷമായിട്ട് ഇവിടുന്ന് ഒരുപാട് തലമുറയെ വാർത്ത് വിട്ട സിസ്റ്റർക്ക് ഒരിക്കലും ഇവിടുന്ന് ഇറങ്ങിപ്പോകാൻ പറ്റില്ല. ആ സ്ഥാനത്തുനിന്ന് ചിലപ്പോൾ മാറിയിരിക്കുമായിരിക്കും. കാരണം പുതിയ ആളുകൾ വരേണ്ട കാര്യങ്ങൾ തന്നെയുണ്ട്. പക്ഷേ ഏത് സമയത്തും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ കുറച്ചു നേരമായിട്ടുള്ള സിസ്റ്ററെ കണ്ടുള്ളൂ. എല്ലാ കാര്യങ്ങളും ചിരിച്ച് ഹാൻഡിൽ ചെയ്യുന്ന സിസ്റ്റർ, അതുപോലെ കൂടെ നിൽക്കുന്ന മറ്റു സിസ്റ്റേഴ്സ്. ശരിക്കും ദൈവം പറഞ്ഞു വിട്ട മാലാഖയാണ് സിസ്റ്റർ ഫെൻസിറ്റ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ സിസ്റ്ററെ സഹായിക്കാൻ കൂടെ കിട്ടുന്ന മറ്റു മാലാഖമാർ. ഇവരുടെ പ്രയത്നം ജീവിതത്തിൽ 100% വ്യക്തിപരമായിട്ട് യാതൊരുവിധ ബെനിഫിറ്റും ഇല്ലാതെ ജീവിതം മൊത്തം മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി മാറ്റിവെക്കുന്ന ഇവർക്ക് നമ്മൾ 2 കൈ നീട്ടി ഒരു കൈയടി കൊടുത്തേ പറ്റുക. നമുക്കെല്ലാം ഭയങ്കര തിരക്കാണ്. നമുക്ക് സത്യം പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആവശ്യം പോലും കറക്റ്റ് സമയത്ത് ചെയ്തു കൊടുക്കാൻ പറ്റാതെ ഓടുമ്പോൾ ഇവരുടെ ജീവിതം മൊത്തം വേറെ വീടുകളിൽ ജനിച്ച കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ച് അവരുടെ സന്തോഷവും അവർക്ക് വേണ്ടി ഒരു ലോകമുണ്ടാക്കുന്ന ഇവരെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് 33 വർഷമായിട്ട് ഈ പ്രസ്ഥാനത്തിൻ്റെ കൂടെ നിൽക്കുന്ന സിസ്റ്റർ ഫിൻസിറ്റയ്ക്ക് ഇവിടുന്ന് ഇറങ്ങി പോകാൻ പറ്റില്ല.
സിസ്റ്റർ, ഞാൻ പ്രതീക്ഷിക്കുന്ന അടുത്ത ഫംഗ്ഷൻ വരുമ്പോൾ സിസ്റ്റർ ഫിൻസിറ്റ് ഇവിടെ ഉണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത് അത്ഭുതത്തിൻ്റെ ഒരു ലോകം തന്നെയാണ്. സർവശക്തനായ ദൈവം അദ്ദേഹത്തിൻ്റെ സൃഷ്ടികളിൽ പലതരത്തിലുള്ള ആളുകളാണ് നമ്മളെല്ലാം. പക്ഷേ ഞാൻ സിനിമയിൽ വരുന്ന സമയത്ത് എനിക്ക് പൊക്കമില്ല, ഒരു 6 അടി പൊക്കമൊക്കെ ഉണ്ടായിരുന്നെങ്കിലെന്ന് പലതവണ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. നല്ല വണ്ണമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ, ഒരുപാട് സൗന്ദര്യം ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ ഞാനും ആഗ്രഹിച്ചിട്ടുണ്ട്. ഞാൻ ആഗ്രഹിച്ചാണ് സിനിമയിൽ വന്നത്. പക്ഷേ എനിക്ക് കിട്ടിയ വ്യത്യസ്തമായിട്ടുള്ള വേഷങ്ങൾ, ആ വേഷങ്ങൾ ആടി തിമിർക്കുകയും അത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ 2 കൈ നീട്ടി സ്വീകരിക്കുകയും ചെയ്തപ്പോൾ ഞാൻ സർവശക്തനായ ദൈവത്തോട് നന്ദിയാണ് കൂടുതൽ പറഞ്ഞത്. കാരണം എനിക്ക് 6 അടി പൊക്കം വന്ന് ദൈവം തന്നിരുന്നെങ്കിൽ ഇതിലെ പല വേഷങ്ങളും എനിക്ക് ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഇപ്പോൾ കുഞ്ഞുകുന്നാണെങ്കിലും ചാന്തുപൊട്ടാണെങ്കിലും മായമോഹിനി ആണെങ്കിലും പല വേഷങ്ങൾ, പച്ചക്കുതിര തുടങ്ങിയ ഒരുപാട് വേഷങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം 6 അടി പൊക്കമുള്ള ആൾ ഇതൊക്കെ കാണിക്കുമ്പോൾ മറ്റുള്ളവർക്ക് അത് ഗോഷ്ഠിയായിട്ടേ തോന്നുള്ളൂ. അപ്പോൾ ദൈവത്തിന് ഓരോ സൃഷ്ടിയിലും അവർക്ക് അവരുടേതായ കാര്യങ്ങൾ ഇവിടെ ഈ പ്രപഞ്ചത്തിൽ ചെയ്യാനുണ്ടെന്ന് എഴുതി വയ്ക്കപ്പെട്ടിട്ടുള്ളതാണ്. അപ്പം അതുകൊണ്ട് നമ്മളാരും കുറവുള്ള ആൾക്കാരല്ല. ദൈവത്തിന് ചില പദ്ധതിയുണ്ട്. ദൈവത്തിൻ്റെ, എനിക്ക് തോന്നുന്നു, എല്ലാ കഴിവുകളും എല്ലാ പൂർണ്ണതയും തന്ന മനുഷ്യനേക്കാൾ ദൈവം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ഈ കുഞ്ഞുങ്ങളെയാണ്. കാരണം ഈ കുഞ്ഞുങ്ങളെ അതുപോലെ നന്നായി നോക്കുന്ന മാതാപിതാക്കളുടെ അടുത്തേക്ക് തന്നെയാണ് ഈ കുഞ്ഞുങ്ങളെ വിട്ടിരിക്കുന്നത്. ഇപ്പം സന്തോഷത്തോടെ സമാധാനത്തോടെ നമ്മൾക്ക് ദൈവം തരുന്നത് 2 കൈ നീട്ടി സ്വീകരിച്ച് നമ്മളുടേതായ സന്തോഷവും സമാധാനവും അവർക്ക് പകർന്നു കൊടുക്കാൻ എല്ലാവർക്കും സർവശക്തനായ ദൈവം ആയുസ്സാരോഗ്യ സൗഭാഗ്യങ്ങൾ തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ ശരിക്കും മനസ്സാ നമസ്കരിച്ചുകൊണ്ടും എനിക്ക് ഈ വേദിയിൽ നിൽക്കാൻ അവസരം തന്ന ഇവിടുത്തെ സംഘാടകരോടും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോടും ആത്മാർത്ഥമായിട്ട് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഇവിടുത്തെ കലാപരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചു കൊള്ളുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.